സർവകലാശാല വിസി നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് തിരിച്ചടി. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെടൽ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് എന്ത് അധികാരമെന്ന് ഹൈക്കോടതി. സാലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാലി, വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു. ഇപ്പോൾ കോടതിയും അത് തന്നെയാണ് ഗവർണറോട് ചോദിക്കുന്നത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ എന്ത് അധികാരമെന്ന് തന്നെയാണ് ഗവർണറോട് കോടതിയും ആരാഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ. കുഫോസ് എന്ന് പറയുന്ന ഫിഷറീസ് സർവകലാശാലയില് വൈസ് ചാൻസലർ നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയെ സ്വന്തം ഇഷ്ടപ്രകാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് രൂപീകരിച്ചിരുന്നു. അതാണ് സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തത്. അതായത് ചാൻസലറുടെ നടപടി അത് നിയമപരമല്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാദം. സ്വന്തം നിലയിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനോ വിസിയോ നിയോഗിക്കാനോ ഒരു ചാൻസലർക്ക് UGC റെഗുലേഷൻസോ അല്ലെങ്കിൽ കുഫോസിന്റെ പ്രത്യേക നിയമമോ അധികാരം നൽകുന്നില്ല. അതാണ് സർക്കാർ വ്യക്തമാക്കിയ കാര്യം. സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യത്തിൽ കൈകടത്തുകയാണ് ചാൻസലറായ ഗവർണർ ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അത് നിയമപരമല്ല എന്നുള്ളതായിരുന്നു വാദം. രാവിലെ ഈ കേസ് സർക്കാരിന്റെ ഹർജി വന്നു. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചാണ് കേട്ടത്. അപ്പോൾ തന്നെ കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നടപടി എന്നൊക്കെ ചോദിച്ചപ്പോ ഈ ചാൻസലറുടെ അതായത് ഗവർണറുടെ അഭിഭാഷകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഞങ്ങൾ നിർത്തിവെക്കാൻ, ഈ ഹർജി തീർപ്പാകുന്നത് വരെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവസാനിച്ചതാണ്. പക്ഷേ അല്പം മുമ്പ് ആ ബെഞ്ചിന്റെ ഓർഡർ ഹൈക്കോടതിക്ക് അപ്ലോഡ് ചെയ്തു. ആ ഓർഡറിലാണ് കൃത്യമായി ഈ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഗവർണർ നൽകിയ ഉറപ്പൊന്നും കോടതി പരിഗണിച്ചില്ല. ഞങ്ങളിപ്പോ തൽക്കാലത്തേക്കൊന്നുമില്ല, ഈ നടപടികളൊന്നും തുടർന്ന് സ്വീകരിക്കുന്നില്ല, സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നടപടി തൽക്കാലത്തേക്ക് പെൻഡിങ്ങിൽ വെക്കുന്നു എന്നൊക്കെ ചാൻസലറുടെ അഭിഭാഷകൻ കോടതി അറിയിച്ചതാണ്. കോടതി പക്ഷെ അതൊന്നും പരിഗണിച്ചില്ല. ആ നടപടിയെ സ്റ്റേ ചെയ്തു. അതായത് ഫർദർ പ്രൊസീഡിങ്സ്, ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയുടെ തുടർ നടപടികളെല്ലാം സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ വിശദമായി വാദം കേൾക്കും. ഗവർണർക്കും എല്ലാ എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളിലെല്ലാം താൻ തന്നെ വിസിയെ നിയോഗിക്കും, താൻ തന്നെ തെരഞ്ഞെടുക്കും, താൻ തന്നെ ആളെ നിശ്ചയിക്കും, താൻ തന്നെ നിയമിക്കും എന്നുള്ള നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ചെയ്തു വന്നിരുന്നത്. അതിന് തുടർച്ചയായി പല കോടതികളിൽ നിന്ന് പലതവണ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ മറ്റൊരു സർവകലാശാലയുടെ കേസിൽ ചോദിച്ചതാണ്, ഈ സെർച്ച് കമ്മിറ്റി സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ എങ്ങനെയാണ് ഗവർണർക്ക്, ചാൻസലർക്ക് കഴിയുക എന്ന് പലതവണ കോടതി ചോദിച്ചതാണ്. പക്ഷേ ഓരോ സർവകലാശാലയുടെ കാര്യം വരുമ്പോഴും കോടതിയുടെ മുൻ ഉത്തരവുകൾ ഒന്നും പരിഗണിക്കാതെ പാലിക്കാതെ ചാൻസലർ ഇത്തരം നിലപാട് സ്വീകരിക്കും. സ്വന്തമായി ഒരു സെർച്ച് കമ്മിറ്റി നിയോഗിക്കും, സ്വന്തമായി വിസിയെ കണ്ടെത്തും, സ്വന്തമായി നിയമിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലൈൻ, ഗവർണറുടെ ചാൻസലറുടെ ഒരു ലൈൻ. അതാണ്, അതിനെയാണ് കോടതിയിൽ സർക്കാർ ചോദ്യം ചെയ്തത്. ഇപ്പോ സർക്കാർ ചോദ്യം ചെയ്ത സർക്കാരിന്റെ വാദങ്ങളെ കോടതിയും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട, ഫർദർ പ്രൊസീഡിങ്സ് എല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടികൾ ഇപ്പൊ പറ്റില്ല. അതായത് ആ സെർച്ച് കമ്മിറ്റി രൂപീകരണം അണ്ടർ സ്റ്റേ ആണിപ്പോ. ഇനി ഗവർണർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശരി, സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.